ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്നും വീഡിയോസ് ഇടാൻ കഴിയുള്ളൂ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. എന്തോ അറിയില്ല, ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റു. അങ്ങനെ ഞാൻ എണീറ്റ് വന്നപ്പോഴേക്ക് ഉമ്മ പത്തിരി ചുടുന്നുണ്ട്. സാധാരണ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയതിൻ്റെ ശേഷമാണ് ഞാൻ എണീക്കാറ്. ഇന്ന് ഉമ്മ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഞാൻ എണീറ്റിട്ടുള്ളത്. ഈ ഒരു പത്തിരി അരിപ്പൊടി മാത്രം വെച്ചിട്ടല്ല കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. അരിപ്പൊടിയുടെ കൂടെ തന്നെ ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പത്തിരി റെഡിയാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പത്തിരി കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു പത്തിരിയുടെ കൂടെ ഇന്ന് കറിയായിട്ട് എടുക്കുന്നത് കടലക്കറിയാണ്. വെള്ളക്കടലേൻ്റെ കറിയാണ്. അത് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കറി. ഈ ഒരു പത്തിരീൻ്റെ കൂടെ ഈ ഒരു കടലക്കറി നല്ലൊരു കോമ്പിനേഷനാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. അതിൻ്റെ ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചു. അങ്ങനെ മോനിതാ പത്തിരിയും കടലക്കറിയൊക്കെ ഇവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഒന്ന് പുറത്തേക്ക് വന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് അവിടേക്ക് ഒന്ന് നോക്കിയിട്ട് അങ്ങനെ നിന്നു. പിന്നെ കുറച്ച് സമയം ഇവിടെ സിറ്റ് ഔട്ടിലൊന്ന് വന്നിട്ടിരുന്നു. അങ്ങനെ അവിടെ വന്നിരുന്ന് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് വെറുതെ അങ്ങനെ ഇരുന്നു. അങ്ങനെ മോനെ അവൻ്റെ സ്ഥിരം പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ വന്ന അവൻ്റെ സ്ഥിരം പണി കേട്ടോ. എല്ലാ ടൈമും ഈ ഒരു മൾബറീൻ്റെ മരത്തിൽ തൂങ്ങിയിട്ട് അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ് അവൻ്റെ സ്ഥിരം പരിപാടി. അങ്ങനെ അതിൽ നിന്നും കുറച്ച് കായകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് വന്നിട്ട് നല്ലപോലെ കഴുകുന്നുണ്ട്. അതിനുശേഷം ഞാനും മോനും മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഉപ്പ ഓട്ടോയിൽ കറി വെക്കാനുള്ളതൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനും മോനും മുകളിലേക്ക് കയറിയതാണ്. വീടിൻ്റെ മുകളിലേക്ക് ഇവിടെ വരെയുള്ള റോഡ്. ഇവിടുന്ന് താഴേക്ക് നമുക്ക് വീട്ടിലേക്ക് ഈ ഒരു വഴിയിലൂടെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുകളിലേക്ക് കയറിയതാണ്. അങ്ങനെ ഓട്ടോ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്ലെയിന് പോകുന്നത് കണ്ടത്. മുകളിലൂടെ പ്ലെയിന് പോകുന്നുണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് പ്ലെയിന് നമുക്ക് നല്ല അടുത്തായിട്ട് തന്നെ കാണാൻ കഴിയുമെന്ന്. അങ്ങനെ പ്ലെയിനൊക്കെ പോകുന്നത് നോക്കിയിട്ട് അങ്ങനെ നിന്നു. അങ്ങനെ മോന ഇവിടുന്ന് 2 തെച്ചിപ്പൂവ് കിട്ടിയിട്ടുണ്ട്. അത് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരികയാണ്. ഇത് കാട്ടിലൊക്കെ ഉണ്ടാവുന്ന തെച്ചിയാണ് കേട്ടോ.
പിന്നെ അതാ അതിനുശേഷം അവന് അവിടെ നിന്നും വേറൊരു പൂവും കിട്ടി. ആ ഒരു അത്ഭുതത്തിൽ ഇങ്ങനെ അത് നോക്കിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ താഴേക്ക് നോക്കിയപ്പോൾ അവിടെ വേറൊരു പൂവും കൂടെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അതും കൂടെ പറിക്കാനുള്ള ഒരു ഇതിലാണ് അവൻ നിൽക്കുന്നത്. ഇവിടെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതൊക്കെ അവനിങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം നിന്നപ്പോൾ ഓട്ടോ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനും മോനും ഇതാ ഓട്ടോയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് വെജിറ്റബിൾസും അതുപോലെ തന്നെ ബീഫായിരുന്നു ഇപ്പോൾ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കൊടുത്തതിൻ്റെ ശേഷം ഞാനതാ വെറുതെ വന്നിട്ട് കിടക്കുകയാണ് കേട്ടോ. ഉറങ്ങാറില്ല, എനിക്ക് പകൽ അങ്ങനെ കിടന്നാൽ അങ്ങനെ ഞാൻ ഉറങ്ങൂല. പക്ഷെ വെറുതെ ഇങ്ങനെ കിടക്കും. അത് ഇവിടെ വന്നാൽ മാത്രം കേട്ടോ, എൻ്റെ വീട്ടിൽ വന്നാൽ മാത്രമേ ഉള്ളൂ ഒരു കിടത്തം. വെറുതെ അങ്ങനെ കിടക്കും. ചിലപ്പോൾ ഫോണിൽ നോക്കിയിട്ട് കിടക്കും, അല്ലെങ്കിൽ ഇതുപോലെ വെറുതെ അങ്ങനെ കിടക്കും. അങ്ങനെ കുറച്ച് സമയം ഞാൻ അവിടെ കിടന്നു. അതിനുശേഷം ഇതാ ജസ്റ്റ് ഒന്ന് കിച്ചണിലേക്ക് വന്നതാണ്. അങ്ങനെ ഉമ്മൻ്റെ അടുത്ത് വന്ന് ഉമ്മ അവിടെ കിച്ചണിൽ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിതാ ഇവിടെ ഒരു അടുപ്പിൻ്റെ ഒരു ഭാഗത്ത് ഒരു ചെയർ ഇട്ടിട്ടുണ്ട്, അവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഉമ്മ ഇതാണ് കിച്ചണ്. ഇവിടെ ഉമ്മ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഉമ്മ അനിയനെ കൊണ്ടുപോകാനുള്ള ചോറ് റെഡിയാക്കുകയാണ്. അനിയന് മൊബൈൽ ടെക്നീഷ്യനാണ്, അപ്പോൾ അവന് ചോറ് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അവന് കൊണ്ടുപോകാനുള്ള ചോറ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ അനിയനാണ് കേട്ടോ, എനിക്ക് 2 അനിയന്മാരാണുള്ളത്. അങ്ങനെ ചോറിലേക്ക് അല്പം ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളക്കടല മസാലയാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത് സോയാബീൻ ഫ്രൈ ചെയ്തതാണ്, അതും കൂടെ വെച്ച് കൊടുത്തു. പിന്നെ നാരങ്ങ അച്ചാറും കൂടെയാണ് വെച്ച് കൊടുക്കുന്നത്. അവന് ചോറ് അധികം വേണ്ട, അതിലേക്ക് കറികളാണ് കൂടുതൽ വേണ്ടത്. ഈ ഒരു പാത്രം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ചോറ് കുറച്ചേ ഉള്ളൂ, കറികളാണ് കൂടുതലുള്ളത്. അങ്ങനെ ഒരു അച്ചാറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു ഓംലേറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ ലഞ്ച് റെഡിയായി. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അവിടെ വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്കൂടെയൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് മുറ്റത്ത് കൂടെയൊക്കെ ഒന്ന് നടന്നു. പിന്നെ ഒന്നും കൂടെ കിച്ചണിലേക്ക് വന്ന് നോക്കിയ സമയത്ത് ഉമ്മ കറി റെഡിയാക്കുന്നുണ്ട്. ബീഫും അതുപോലെ കുമ്പളങ്ങയും വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. തേങ്ങ അരക്കാതെയാണ് ഈ കറി റെഡിയാക്കിയിട്ടുള്ളത്. ഒരു കുക്കറിൽ ഉമ്മ ബീഫ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കുക്കറിൽ കുമ്പളങ്ങയും വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ അത്. ഉമ്മ അവിടെ ഈ ഒരു കറി വറവിട്ടെടുക്കാനുള്ള ചെറിയുള്ളി ഒന്ന് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഇത്. തേങ്ങ ഒന്നും അരച്ചിട്ടില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കുമ്പളങ്ങയും അതുപോലെ ബീഫും. ഇതിൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഉമ്മ ചോറും കറികളൊക്കെ റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് മോന് കൊച്ചു TV കാണുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. അങ്ങനെ ചോറും ആ ഒരു ബീഫിൻ്റെ കറി, നല്ല ടേസ്റ്റാണ് ഒരു കറി, ആ ഒരു ബീഫിൻ്റെ കറി ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നല്ല നാരങ്ങാച്ചാറും പപ്പടവും കൂടെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കൂടിയിട്ട് ലഞ്ചൊക്കെ കഴിച്ചു. ഈ ഒരു ബീഫ് കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ബീഫ് കറി ആദ്യം നമ്മൾ നോർമലി ബീഫ് വേവിക്കുന്നത് പോലെ മസാലകളൊക്കെ ഒന്ന് വറുത്തതിൻ്റെ ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീഫ് കുക്ക് ചെയ്തെടുത്തു. പിന്നെ ഒരു കുമ്പളങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തതിൻ്റെ ശേഷം അതും കൂടി ഒരു ബീഫിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ടിത് ചെറിയുള്ളി അരിഞ്ഞിട്ടൊന്ന് വറവിട്ടെടുക്കാം. അത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു കറി. അങ്ങനെ ഞങ്ങൾ ആ ഒരു ചോറും ബീഫ് കറിയും അതുപോലെ പപ്പടവും അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ലഞ്ച് കഴിച്ചു. അങ്ങനെ ലഞ്ച് കഴിച്ചിട്ട് പിന്നെ കുറച്ച് സമയം ഒന്ന് പുറത്ത് വന്നിട്ട് അങ്ങനെ ഇരുന്നു.
പിന്നെ മോനിതാ ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും അവനും കൂടെ അവിടെ വന്ന് കിടന്നതാണ് കേട്ടോ. അവന് പാട്ട് കേട്ടിട്ടാണ് ഉറങ്ങുന്നത്. സാധാരണ അവനിങ്ങനെ തന്നെയാണ്, ഏതെങ്കിലും ഒരു പാട്ട് കേട്ടിട്ടാണ് അങ്ങനെ ഉറങ്ങാറുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഒരു കൈ അവൻ്റെ മേൽ വേണം. ഒരു കൈ ചെറുതായിട്ടെങ്കിലും അവൻ്റെ മേലുണ്ടെങ്കിലേ അവന് ഉറങ്ങുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താലേ അവന് ഉറങ്ങിക്കോളും. അങ്ങനെ കുറച്ച് സമയമൊക്കെ അവന് ഉറങ്ങി. ഞാനും ജസ്റ്റ് ഒന്ന് അവിടെ കിടന്നു, ഉറങ്ങിയിട്ടില്ലായിരുന്നു. അതിനുശേഷം എണീറ്റു. പിന്നെ ഞങ്ങൾ വൈകുന്നേരം തറവാട്ടിലേക്ക് പോവാണ് കേട്ടോ. തറവാട് വീട്ടിൻ്റെ താഴത്താണ്. ഞങ്ങളിത് ആ റോഡിലൂടെയാണ് പോകുന്നത്. ഈ ഒരു തെച്ചിപ്പൂവ് കണ്ട സമയത്ത് മോൻ പറഞ്ഞതാണ്, മെച്ചി ഇവിടെ ഉണ്ട് പൂവ്, വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. ആ ഒരു തെച്ചിപ്പൂവ് ആ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ആ ഒരു കാണുന്ന ടാങ്ക് ഇവിടെ ജലനിധി ഉണ്ടായിരുന്നു, ആദ്യം അതിൻ്റെ ടാങ്കാണ് കേട്ടോ. ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല, അവിടെ വെറുതെ കിടക്കുകയാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ അങ്ങനെ ആ റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു താഴെ കാണുന്ന ആ ഒരു വീട് കണ്ടോ, അതാണ് കേട്ടോ ഞങ്ങളെ തറവാട് വീട്. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്താണ് ഉപ്പ വന്നത് കേട്ടോ. ഉപ്പ വന്ന ഓട്ടോയാണ് ഈ തിരിച്ചു പോകുന്നത്. പിന്നെ ഞങ്ങളത് അങ്ങനെ അവിടെ പോയി. പിന്നെ അവിടെ എത്തിയതിൻ്റെ ശേഷമുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ റോഡിലൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു വീടിൻ്റെ താഴേക്ക് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, തറവാട്ടിലേക്ക് പോകുന്ന വഴി. അതിലൂടെ പോയി കഴിഞ്ഞാൽ ഉമ്മക്ക് ബുദ്ധിമുട്ടാണ്, കാലുവേദനയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഞങ്ങൾ ഇതിലൂടെ റോഡിലൂടെയാണ് വന്നത്. അങ്ങനെ പിന്നെ കുറച്ച് സമയം അവിടേക്ക് ഇരുന്ന് എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ചതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ അതാ വീട്ടിലേക്ക് കയറുന്ന ആ ഒരു വഴിയിലെത്തിയിട്ടുണ്ട്. മോന് മുന്നിലേക്ക് ഓടിപ്പോയിട്ട് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരും, വീണ്ടും അങ്ങോട്ട് മുന്നിലേക്ക് പോവും, എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് ഇറങ്ങി വരും. അങ്ങനെയാണ് കേട്ടോ അവൻ ചെയ്യുന്നത്. അങ്ങനെ അതാ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴി. ഞങ്ങളെല്ലാവരും അതാ വീട്ടിലെത്തിയതിൻ്റെ ശേഷം പിന്നെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അങ്ങനെ ചായക്ക് നല്ല കപ്പ പുഴുങ്ങിയതും അതുപോലെ തന്നെ കാന്താരിയും അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ ഉപ്പൊരു ബ്രെഡ് പോക്കറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ബ്രെഡ് പോക്കറ്റ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഷവർമേൻ്റെയൊക്കെ ആ ഒരു ഫില്ലിങ്ങാണ് ഇതിൽ വരുന്നത്.
നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചു. ഞങ്ങളിതാ ഇതുപോലെ നിലത്ത് ഇതുപോലെ എല്ലാവരും കൂടെ വട്ടത്തിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കാറ്. ചോറായാലും ചായയാലും എന്തായാലും എല്ലാവരും കൂടെ ഇതുപോലെ ഇരുന്നിട്ടാണ് കഴിക്കാറ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ആ ഒരു സമയത്ത് നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഇതുപോലെയാണോ നിങ്ങളൊക്കെ ചെയ്യാറുള്ളത്? അങ്ങനെ എല്ലാവരും കൂടെ വീട്ടിൽ ഒരുമിച്ചിരുന്നിട്ട് ഇതുപോലെ കഴിക്കാറുണ്ടോ? നിലത്തിരുന്നിട്ട് കഴിക്കാറുണ്ടോ നിങ്ങൾ? ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്. ടേബിൾ ഉണ്ടെങ്കിലും ആരും അങ്ങനെ ടേബിളിലൊന്നും ഇരിക്കാറില്ല. ഇതുപോലെ നിലത്ത് തന്നെയാണ് എല്ലാവരും ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നത്. അങ്ങനെ പിന്നെ അതിൻ്റെ ശേഷം ജസ്റ്റൊക്കെ ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി. ഇന്ന് മുകളിലേക്കൊന്നും കയറിയിട്ടില്ല. സാധാരണ ഞങ്ങൾ വൈകുന്നേരം മുകളിലേക്കൊന്ന് കയറിയിട്ട് അങ്ങനെ വരും. ഇന്നിപ്പോൾ തറവാട്ടിൽ പോയതുകൊണ്ട് തന്നെ മുകളിലേക്കൊന്നും കയറിയിട്ടില്ല. അങ്ങനെ അതാ രാത്രി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞു. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും കിടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. നിങ്ങൾ തരുന്ന സപ്പോർട്ട് മാത്രമാണ് എനിക്കുള്ളത്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് ഇനിയും വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരോടും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.